വീഡിയോ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെന്റുകളാണ് നമ്മൾ നോക്കുന്നത്. ഡെവലപ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ആദ്യമേ ഒരു 48 മണിക്കൂർ ടൈം ലൈൻ ഈ യുദ്ധം തുടങ്ങിയ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് 5 ദിവസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, പിന്നെ അതിനെ 8 ദിവസമാക്കി, പിന്നെ 10 ദിവസമാക്കി. ഇപ്പം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഇറാനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെ ടൈം ലൈൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ചോദിച്ചപ്പോഴത്തേക്കും ട്രംപ് പറഞ്ഞത് ഞങ്ങൾ ഇറാൻ്റെ ഒരു റെജീമുമായിട്ട് ബന്ധപ്പെട്ട ടീമുകളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. അതേ ട്രംപ് ഇന്ന് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് 48 മണിക്കൂറിനുള്ളിൽ ഡീലിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹെൽ ഫയർ ഓൺ ഇറാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭീഷണിയൊക്കെ മുഴക്കിക്കൊണ്ട് ഒരു രാജ്യത്തിനെ ഡീലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് വെച്ചാൽ അങ്ങനെ സാധിക്കില്ല. അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ പലതവണ വിയന്നയിലും അവിടെ ഇവിടെയൊക്കെ വെച്ച് അമേരിക്ക ചർച്ച നടത്തിയതാണ്. അപ്പോൾ അവിടെ സംഭവിക്കാത്ത എന്ത് നീക്കുപോക്കാണ്, എന്ത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? പാകിസ്ഥാൻ്റെ ഇടപെടലോ. പാകിസ്ഥാനും തുർക്കിയും ഇത് രണ്ടും ഉമ്മത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തീവ്ര മതനിലപാടുള്ള രാജ്യങ്ങളാണ്. ഇത് രണ്ടും പാകിസ്ഥാൻ്റെ ഗവൺമെൻറ്റിന് ഒരിക്കലും ഇസ്ലാമിനെതിരായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയില്ല, ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ഒരു തീരുമാനം പാകിസ്ഥാൻ എടുക്കുന്ന ആ മൊമെന്റിൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇന്ത്യ എടുക്കുന്ന ഒരു പിരിഞ്ഞു പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ മതം എന്ന് പറഞ്ഞ ആ നിലപാടാണ്. അപ്പോൾ ആ നിലപാടിനെതിരെയുള്ള തീരുമാനങ്ങൾ ഏത് മൊമെന്റിൽ പാകിസ്ഥാൻ എടുക്കുന്നോ ആ മൊമെന്റിൽ ആ രാജ്യം തകരും. അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ രാജ്യത്തോട് പോയി അവിടെ ഈ രാജ്യത്തിൽ പോയി താമസിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നും കെട്ടി 1947 ബോർഡർ കടന്ന് അപ്പുറത്ത് പോയ ആൾക്കാർക്കൊക്കെ ഇതേ നിലപാടാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ബോർഡർ കടന്ന് പോകാൻ താല്പര്യപ്പെടാതെ ഇന്ത്യക്കുള്ളിൽ എല്ലാവരോടും ഒരുമിച്ച് താമസിക്കാൻ തയ്യാറാണെന്നുള്ള ആ ഒരു തീരുമാനം എടുത്ത ആൾക്കാരുമുണ്ട്. അതും കൂടി നമ്മൾ ഓർത്തുകൊണ്ട് വേണം ഈ കാര്യത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ, ഞാനിത് പറഞ്ഞത് പാകിസ്ഥാന്റെ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടും അവരുടെ നിലപാടുകളുമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് ഭരണഘടന രൂപീകരിച്ച് അതിന് കീഴിൽ രാജ്യം നയിക്കുമ്പോൾ അവരെ ഫത്വകൾ ഇറക്കിക്കൊണ്ട് മൗദൂദിസത്തിന്റെ പേരിൽ ശരീഅത്ത് നിയമങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ആ രീതിക്കാണ് അവരുടെ ഭരണഘടന. അപ്പോൾ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടനയ്ക്കും പാകിസ്ഥാന്റെ മതപരമായ ഭരണഘടനയ്ക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടിനെയും കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നത്, പാകിസ്ഥാൻ അവിടെ തന്നെ മുരടിച്ച് നിൽക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ഭയങ്കര വികസനമാണ്, ഇതാണെന്നൊക്കെ പറയുന്നെങ്കിലും അവരെല്ലാം തന്നെ ഈ മതപരമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മാറ്റിക്കുറിച്ച് തിരുത്തിക്കുറിച്ച രാജ്യങ്ങളാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അല്ലാതെ മതത്തിൽ തന്നെ കിടന്ന് ഇഴയുന്ന രാജ്യങ്ങളൊക്കെ പിന്നോട്ട് സഞ്ചരിക്കുന്ന ചരിത്രമേ ഉള്ളൂ. അതിൽ യാതൊരു മാറ്റമില്ല. പലരും സൗദി അറേബ്യയൊക്കെ എക്സാമ്പിളായിട്ട് പറയാറുണ്ട്. പക്ഷേ സൗദി അറേബ്യയ്ക്കും എണ്ണപ്പണമില്ല എന്നുണ്ടെങ്കിൽ അവിടെയും ഇതേ അവസ്ഥ തന്നെയാണ്. എന്തുകൊണ്ടാണ് സൗദി അറേബ്യയും UAE തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത്? ഒരു എക്കണോമിക് റൈവലറി അവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം സൗദി അറേബ്യ ദുബായ് സ്വീകരിച്ചതുപോലെ അല്ലെങ്കിൽ UAE സ്വീകരിച്ചതുപോലെ ഒരു ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നീക്കി വെച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ താമസിച്ചതാണ് സൗദി അറേബ്യയുടെ എണ്ണ ഇതര വരുമാന മാർഗങ്ങളിലേക്ക് ഉണ്ടായ തിരിച്ചടി. പക്ഷെ അതേസമയം UAE ഫോർവേഡ് ആയിട്ടുള്ള തിങ്കിങ്, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള വികസനങ്ങളിലേക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ടൂറിസം, ഹോട്ടൽ ഇൻഡസ്ട്രി, അതേപോലെ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു മാനസികാവസ്ഥ കാണിച്ചതുകൊണ്ടാണ്, ആ തുറന്ന മാനസികാവസ്ഥ കാണിച്ചതുകൊണ്ടാണ് അവർ ഓപ്പൺ പോളിസി. അതുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി സൗദി അറേബ്യയ്ക്ക് ഇന്ന് UAE കോപ്പി അടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. ഇത് ഞാൻ ഈ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അതിൽ ഊന്നി നിൽക്കുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ചൈന, പാകിസ്ഥാൻ, തുർക്കി ഈ രാജ്യങ്ങളൊക്കെ ഈ കോൺഫ്ലിക്റ്റിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതിനെ ഒരു പാലസ്തീൻ ഓറിയന്റഡ് ആ ടീമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ബ്രദർഹുഡിന്റെ ആശയങ്ങൾക്ക് ശക്തമായിട്ടുള്ള പിന്തുണ നൽകുന്ന തുർക്കി, പാകിസ്ഥാൻ പോലത്തെ രാജ്യങ്ങൾ എന്താണ് ഇപ്പോൾ അവർ നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അതിന് ആശ്രിതമായിട്ടുള്ള 3 ഇൻസിഡന്റുകൾ നമ്മളിവിടെ നോക്കേണ്ടതുണ്ട്. ഒന്ന്, സിറിയയ്ക്കുള്ളിൽ ഡമസ്കസിൽ UAEയുടെ എംബസിക്ക് മുന്നിൽ വലിയൊരു പ്രതിഷേധം എന്താണെന്ന് പറഞ്ഞാൽ, ആ UAE എംബസിയുടെ അടുത്ത് പോയിട്ട് ഇവർ പലസ്തീനിയന്റെ ഫ്ലാഗ് ഉയർത്തുകയാണ്. എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇവർ UAE എംബസി സെലക്ട് ചെയ്യുന്നു? പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. അടുത്ത് നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ ഫ്ലോട്ടില, ഒരു 450 ഫ്ലോട്ടിലയുമായിട്ട് ബോട്ട് സർവീസ്. ഇതിനു മുമ്പ് ഇവർ നടത്തിയ നാടകം പോലെ ഒരു 1000 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഗാസയിലേക്ക് വീണ്ടും ഒരു ഫ്രീ പാലസ്തീൻ യാത്ര നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. നമ്പർ 2, ഇനി പാകിസ്ഥാനിൽ നടത്താനിരുന്ന ഈ ചർച്ച, ഇറാൻ അമേരിക്ക ഈ ഒരു സീസ് ഫയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച, ഇത് പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്?
ഇറാൻ ക്ലിയർ കട്ടായിട്ട് പറയുകയാണ് ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് വരില്ല. എന്താണ് കാരണം? അതുപോലെ ഖത്തർ പറയുകയാണ് ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് വരില്ല. ഖത്തറിന് അവരാണ് ഏറ്റവും വലിയ മീഡിയേറ്റേഴ്സ്. അവർ തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ വന്ന് മീഡിയേഷൻ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. വേറെ ഏതെങ്കിലും GCC രാജ്യങ്ങളെ ചൂസ് ചെയ്യണമെന്നാണ് ഖത്തർ പറയുന്നത്. അപ്പം തുർക്കിയാണെന്നുണ്ടെങ്കിൽ ഇസ്താൻബുളിലായാലോ എന്നുള്ള തരത്തിലുള്ള ഓപ്ഷൻസ് ഒക്കെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ എന്തുകൊണ്ട് പാടില്ല? പാകിസ്ഥാനിലേക്ക് വരാത്ത എന്ത്? ഓപ്പൺ ആയിട്ട് ഇറാൻ തന്നെ പറയുകയാണ് ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് വരില്ല, വി ആർ നോട്ട് ഗോയിങ് ടു സിറ്റ് ഇൻ പാകിസ്ഥാൻ എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. എനിവേ, ഇപ്പം ഇറാൻ പാകിസ്ഥാനെ വെച്ച് നടത്താനിരുന്ന ഒരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട പരാജയപ്പെട്ടു. ആ അജണ്ട പരാജയപ്പെട്ടത് കൊണ്ടാണ് പാകിസ്ഥാനിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിനയൽ സ്റ്റേറ്റ്മെന്റ് ഇറാന്റെ സൈഡിൽ നിന്ന് വരുന്നത്. അതേസമയം ലാസ്റ്റ് മൊമെന്റിൽ ഈ യുദ്ധത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന മിക്ക രാജ്യങ്ങളും. ആ രാജ്യങ്ങൾ അവസാന നിമിഷത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെ മുൻകൂട്ടി പറഞ്ഞില്ല എന്നുള്ള പേരിലാണ് പാകിസ്ഥാൻ ഇതിന്റെ ഇടയിൽ എന്തോ കളിക്കുന്നു എന്നുള്ള പേരിൽ ഇറാൻ പാകിസ്ഥാന്റെ മേളിൽ വെച്ചിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ട് അവര് ബാക്കൗട്ട് അടിച്ചത്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, പാകിസ്ഥാൻ എന്താണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനും തുർക്കിക്കുമുള്ള അജണ്ട എന്ന് പറഞ്ഞത് ഞാൻ ആദ്യമേ പറഞ്ഞ ഈ ഉമ്മത്ത് അജണ്ടയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട അജണ്ടയാണ്. ബ്രദർഹുഡ് ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട അജണ്ടയാണ്. ആ അജണ്ട അവർ കൃത്യമായിട്ട് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കുള്ളിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കേണ്ട രാജ്യങ്ങളല്ല, നമ്മൾ ശരിക്കും ഇറാനോടൊപ്പം നിൽക്കേണ്ട രാജ്യങ്ങളാണ്. കാരണം ഇസ്രായേൽ ഗാസയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇസ്രായേൽ സറൗണ്ടിങ്ങിൽ കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് അവർ എങ്ങനെയാണ് ഇടപെടുന്നത്, ശരിക്കും ഇസ്രായേലിനെ നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിർത്തേണ്ട രാജ്യമല്ലേ, ഇറാനെ മാറ്റി നിർത്തിയിട്ട് ഇസ്രായേലിനെ മുഖവിലേക്ക് എടുക്കേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ള തരത്തിലൊക്കെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ തന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഖത്തർ ആയിക്കോട്ടെ ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഖത്തറിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം സൗദി അറേബ്യയുമായിട്ട് പാകിസ്ഥാൻ വെച്ച ഡിഫൻസ് ഡീലാണ്. സൗദി അറേബ്യയുടെ പെർമിഷൻ ഇല്ലാതെ പാകിസ്ഥാന് പോകാൻ പറ്റില്ല. അതാണ് ഇപ്പൊ നിലവിലെ സാഹചര്യം. അതുകൊണ്ടാണ് ഖത്തർ ഓപ്പൺ ആയിട്ട് പാകിസ്ഥാനിലേക്ക് ഞങ്ങൾ വരില്ല എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ അവസ്ഥ ഗുരുതരമായ ഏതാണ്ട് 500 രൂപയാണ് 1 ലിറ്റർ പെട്രോളിന്റെ വില. അത്തരത്തിൽ ഗുരുതരമായ അവസ്ഥ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അവർക്ക് അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ നിന്ന് പ്രശ്നമുണ്ട്. പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ബലൂചിസ്ഥാനികളുണ്ട്, തെഹ്രിക്ക് താലിബാനികളുണ്ട്. അവിടെ തന്നെ പൂർണ്ണമായും തീവ്രവാദം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനാണ് ട്രംപിന്റെ മീഡിയേറ്റേഴ്സ്. എങ്ങനെ ഇരിക്കുന്നു? ട്രംപിനൊക്കെ തലയ്ക്ക് വെളിവില്ല എന്തോന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. പാകിസ്ഥാൻ ഇടപെട്ടപ്പോഴേ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാൻ ഇടപെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള സീസ് ഫയറും സാധ്യമല്ല എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ തീവ്രവാദിയാണ്. തീവ്രവാദി എങ്ങനെയാണ്? തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇപ്പൊ നിലവിലെ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിനെ മാറ്റിമറിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാനും തുർക്കിയും ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പ്രശ്നം എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ഇറാൻ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഗവൺമെന്റ് പല സാഹചര്യങ്ങളിലും ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടും ചേർന്ന് നിൽക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള ജനങ്ങൾ, ഇവരുടെ സ്വന്തം പോപ്പുലേഷൻ, ഓൺ സിറ്റിസൺസ്, അവരിൽ ഭൂരിഭാഗം ആൾക്കാരും ഈ മത നിലപാട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള വികാരം എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരാണ്, യഹൂദിനെതിരാണ്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഓപ്പൺ ആയിട്ട് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊന്നും പറയാൻ സാധിക്കുകയില്ല. ഇറാനെതിരെ ഒരു നിലപാട് ഓപ്പൺ ആയിട്ട് എടുക്കാനും കഴിയാത്ത സാഹചര്യമാണ്. 65% അറബ് രാജ്യങ്ങളും ഓപ്പൺ ആയിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യില്ല. ഇത് അവരുടെ പേടിയുമാണ്, അവരുടെ സ്ട്രാറ്റജിയുമാണ്. ഇനി ലാസ്റ്റ് ചാൻസിൽ ഇസ്രായേലും അമേരിക്കയും നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് ഒരു വിജയം എന്നുള്ള തരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളെല്ലാം കൂടി അബ്രഹാം അക്കോർഡിലേക്ക് പോയി സൈൻ ചെയ്യും. അപ്പോഴും അവർ ഒരു തരത്തിലുള്ള ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ഒന്നും പറയില്ല. അബ്രഹാം അക്കോർഡ് ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വെക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ട്രേഡ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു വ്യാപാര ബന്ധം നടത്താൻ വേണ്ടിയിട്ടും ബിസിനസ് ഫോക്കസ് ചെയ്ത് ഞങ്ങൾ അബ്രഹാമിക് അക്കോർഡിൽ സൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവർ സൈൻ ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാലും ഇസ്രായേൽ ഗാസയ്ക്കുള്ളിലും അതേപോലെ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മൂവ്മെന്റ്സ് നടത്തി കഴിഞ്ഞാൽ അതിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് ഈ അബ്രഹാം അക്കോർഡിനെ എടുത്ത് വെച്ചിട്ട് സംസാരിക്കുകയും ചെയ്യും. ഞങ്ങൾ അബ്രഹാം അക്കോർഡിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് പറയും, ഞങ്ങൾ അബ്രഹാം അക്കോർഡിലേക്ക് വന്ന് ചേരുന്നു എന്ന് പറയും. ടൈം ടു ടൈം ക്ലൈമറ്റ് ചേഞ്ച് പോലെ ഇവർ ഈ ഒരു അബ്രഹാം അക്കോർഡിനെ മാറ്റിയും മറിച്ചും തിരിച്ചൊക്കെ ഉപയോഗിക്കും. അതാണ് ഇവരുടെ സ്ട്രാറ്റജി. 10% രാജ്യങ്ങൾ മാത്രമാണ് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലുമായിട്ട് ചേർന്ന് നിൽക്കണമെന്ന് താല്പര്യപ്പെടുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇസ്രായേലുമായിട്ട് ചേർന്ന് നിൽക്കണമെന്ന് താല്പര്യപ്പെടുന്നത് UAE ആണ്. ഓപ്പൺ ആയിട്ട് തന്നെ അവർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്ന സ്ഥിതിക്കാണ് UAE എംബസിക്ക് മുന്നിൽ സിറിയയ്ക്കുള്ളിൽ പാലസ്തീനിയൻ ഫ്ലാഗ് ഉയർത്താനുള്ള കാരണം. നിലവിൽ ഇപ്പോൾ ഒരു ഗ്ലോബൽ അജണ്ട നടക്കുന്നുണ്ട്. ഈ അജണ്ട എന്താണെന്ന് പറഞ്ഞാൽ UK മുതൽ, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തത്തിൽ,
അവരാണ് ഈ ഫ്ലോട്ടിലയുടെ ആൾക്കാർ. അതുപോലെ തന്നെ സ്പെയിൻ ആയിക്കോട്ടെ, സ്വീഡൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ UK ആയിക്കോട്ടെ, ഇവിടെ എല്ലാം ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇവരുടെ ഗ്രൂപ്പ് ഇപ്പം പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ പാലസ്തീൻ വിഷയമായിട്ട് ഇതിനെ മാറ്റി തീർത്തുകൊണ്ട് പാലസ്തീനിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച രാജ്യമാണ് ഇറാൻ. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം പാലസ്തീന് വേണ്ടിയിട്ടും ഇറാന് വേണ്ടിയിട്ടും നിൽക്കണം, ഇസ്രായേലിനെ ഓപ്പോസിറ്റ് സൈഡിൽ നിർത്തണം എന്നാണ് അവരുടെ തീരുമാനം. 1973 യോം കിപ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടായിരുന്നു. എൻറ്റയർ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പോയ ഒരു സമയമാണ്. ഇസ്രായേൽ ആ യുദ്ധം ചുരുട്ടിക്കൂട്ടി കയ്യിലും കൊടുത്തു. ഒരു അറബ് രാജ്യത്തിനും ഇസ്രായേലിനെതിരെ നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും അറബ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഈ മാതൃകയിൽ, ഫ്രീ പാലസ്തീൻ മാതൃകയിൽ ഇസ്രായേലിനെതിരെ നിലപാടെടുത്തു കഴിഞ്ഞാൽ അതൊരു സൈലൻസ്ഡ് യോം കിപ്പൂറിന് തുല്യമാണ്. അതാണ്, അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇപ്പൊ അറബ് രാജ്യങ്ങൾ കീപ്പ് ചെയ്യുന്ന ഈ ഒരു സൈലൻസ് ഈ സാഹചര്യത്തിലും, അതായത് അവരുടെ മേളിൽ മിസൈലുകൾ വന്ന് പതിക്കുമ്പോഴും അവര് തിരിച്ചൊന്നും തന്നെ ഇറാനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പറയാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഇത് യോം കിപ്പൂറിനേക്കാളും ഒരു പടി മുകളിലാണ്. എന്നാൽ യുദ്ധത്തിന് ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല. കൂടുതൽ ശക്തിയായിട്ട് യുദ്ധം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സാഹചര്യം. പിന്നെ ഒരു വാർത്ത നാട്ടിലൊക്കെ ആൾക്കാർ, പിന്നെ ഒരു വാർത്ത ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുബായിൽ ഒറാക്കിളിന്റെ ഓഫീസ് ഇറാൻ ടാർഗറ്റ് ചെയ്തു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അത് ഇറാൻ ടാർഗറ്റ് ചെയ്തതല്ല. ഇറാൻ ശരിക്കും പറഞ്ഞാൽ സമനില തെറ്റിയുള്ള മിസൈലുകളാണ് അയക്കുന്നത്. അവർക്ക് ടാർഗറ്റ് ഒന്നുമില്ല, ഒരു ലക്ഷ്യവും ഇല്ല. അവർ ജസ്റ്റ് മിസൈലുകൾ അയക്കുകയാണ്, അത്രേ ഉള്ളൂ. ആ സമയത്ത് ഇന്റർസെപ്റ്റ് ചെയ്ത സമയത്ത് അതിന്റെ ഡെബ്രി വന്ന് പതിച്ചത് ഒറാക്കിളുടെ ഓഫീസിലാണ്. പിന്നെ എങ്ങനെയാണ് ഇറാൻ അതിനെ ടാർഗറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുന്നത്? പക്ഷെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇറാൻ ഒറാക്കിൾ ഓഫീസ് ടാർഗറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. നേരെ മറിച്ച് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഞാനിപ്പോൾ പറയാം. അതായത് ഈ ഒരു ഗ്യാപ്പിൽ ട്രംപിന്റെ അമേരിക്കൻ ഭരണകൂടം ഇറാനുമായിട്ട് ചർച്ച നടത്തി ഒരു ഡീലിലേക്ക് അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പ്ലാനിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ഗ്യാപ്പിൽ ഇസ്രായേൽ കൃത്യമായിട്ട് ഇറാൻ പറയുന്നത് ഞങ്ങളുടെ എനർജി മേഖലകളെ ആക്രമിക്കരുത്, ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ആക്രമിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി ആവർത്തിച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളാണിത്. പക്ഷെ എന്നാൽ ഇപ്പൊ അടുത്ത ലെവലിലേക്ക് ഇസ്രായേൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇസ്രായേൽ ഇന്നലെ മാത്രം അറ്റാക്ക് ചെയ്തത് നിരവധിയായിട്ടുള്ള അവരുടെ പെട്രോ കെമിക്കൽ കോംപ്ലക്സുകളാണ് അറ്റാക്ക് ചെയ്തത്. അത് അവരുടെ എനർജി മേഖല, ഏതാണ്ട് 70% ഇറാന്റെ എനർജി മേഖല കേന്ദ്രീകരിച്ചുള്ള അറ്റാക്കാണ് ഇസ്രായേൽ നടത്തിയത്. ഇതിനകത്ത് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ എണ്ണി പറയാം. ബന്ദർ ഇമാം പെട്രോ കെമിക്കൽ പ്ലാന്റ്, ഈ ബന്ദർ ഇമാം പെട്രോ കെമിക്കൽ പ്ലാന്റ് വളരെ വളരെ നിർണായകമായിട്ടുള്ള പ്ലാന്റാണ് ഇറാനിൽ, വളരെ വലിയൊരു പ്ലാന്റാണ്. ആ പെട്രോ കെമിക്കൽ പ്ലാന്റ് ഇസ്രായേൽ ഇന്നലെ അടിച്ച് തകർത്തിട്ടുണ്ട്. അതേപോലെ അമീർ കബീർ പെട്രോ കെമിക്കൽ കോംപ്ലക്സ്, അതുപോലെ കാറൂൺ പെട്രോ കെമിക്കൽ കോംപ്ലക്സ്, ടോണ്ട് ഗയൂൺ പെട്രോ കെമിക്കൽ കോംപ്ലക്സ്, ഫജർ എനർജി കമ്പനി, മാറൂൺ പെട്രോ കെമിക്കൽ കോംപ്ലക്സ്. നിങ്ങൾ നോക്കൂ, എത്ര പെട്രോ കെമിക്കൽ കോംപ്ലക്സുകളാണ് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അപ്പം നിരവധിയായിട്ടുള്ള എനർജി മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അറ്റാക്ക് നടത്തുന്നത്. ഇസ്രായേലിന്റെ ലക്ഷ്യം കൃത്യമായിട്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ശരിക്കും ഇറാനെ സ്ട്രിപ്പ് ഓഫ് ചെയ്യുകയാണ്. ഇറാന്റെ ഇൻഡസ്ട്രിയൽ മേഖല ആയിക്കോട്ടെ, അവരുടെ എനർജി മേഖല ആയിക്കോട്ടെ, അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങളും ഓരോന്നായിട്ട് തകർത്തോണ്ടിരിക്കുകയാണ്. ഈ മാതൃകയിലുള്ള ഒരു അറ്റാക്ക് അല്ല ഇറാൻ റിറ്റാലിയേറ്റ് ചെയ്യുമ്പോൾ നടത്തുന്നത്. അവർ വാരിക്കോരി കുറച്ച് മിസൈലുകൾ അയക്കുന്നു, അത് മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഡ്രോണുകളും കൂടി അയക്കുന്നുണ്ട്. ഇതാണ് രണ്ടുപേരുടെയും അറ്റാക്കിന്റെ വ്യത്യാസം. അതുകൊണ്ട് ഇസ്രായേലിന് കൃത്യമായിട്ട് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇറാന് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇതിനകത്ത് ഖേദകരം. ഇവിടെ ഇനി 2 മാസം കൂടി ഇതേ അവസ്ഥയിൽ ഈ യുദ്ധം നീണ്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. വൻ തകർച്ചയിലേക്ക് പോകും, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ വൻ തകർച്ച എന്ന് പറയുന്നതിനേക്കാളും അതിനെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. അത്തരത്തിലായിരിക്കും അതിന്റെ ഇമ്പാക്ട്. ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു 2 months ഇത് കണ്ടിന്യൂ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സാഹചര്യം, ഇറാൻ അവരാൽ കഴിയുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ സെൻട്രൽ ഇസ്രായേലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് യമനിൽ നിന്ന് മിസൈൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു ഡെഡ് സ്പേസിലാണ് വന്ന് പതിച്ചത്.
അതേപോലെ സെൻട്രൽ ഇസ്രായേലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇറാന്റെ സൈഡിൽ നിന്ന് മിസൈലുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോ മോർ ഇഞ്ചുറീസ്. IDFന്റെ ക്രിയ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ അടുത്ത് വന്നിട്ടൊരു മിസൈൽ പതിച്ചിട്ടുണ്ട്. അത് ക്ലസ്റ്റർ വാർഹെഡുകൾ അയച്ചപ്പോഴാണ് വന്ന് പതിച്ചത്. ക്ലസ്റ്റർ സബ് എമ്യൂണീഷൻസ്, 2 ക്ലസ്റ്റർ സബ് എമ്യൂണീഷൻസ് ആണ് അവിടെ വന്ന് പതിച്ചത്. അത് ശരിക്കും ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഉള്ളിൽ വീണില്ല, ഹെഡ് ക്വാർട്ടേഴ്സിന്റെ മുകളിലും വീണില്ല, ഹെഡ് ക്വാർട്ടേഴ്സിന്റെ തൊട്ടടുത്താണ് വീണത്. അത് ശരിക്കും ഒരു സ്കൂളിന്റെ ഫ്രണ്ടിലുമാണ് വന്ന് പതിച്ചത്. ശരിക്കും ടെൽ അവീവിന്റെ പാർക്കിംഗ് സ്ലോട്ടിൽ വന്ന് പതിച്ചു. നോ മോർ ഇഞ്ചുറീസ് അവിടെയും. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഗാസയ്ക്കുള്ളിൽ ഒരു ആക്രമണം, ഒരു ജീപ്പിന്റെ മേളിൽ ആക്രമണം നടത്തി 3 തീവ്രവാദികളെ വധിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഗാസയ്ക്കുള്ളിലാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയത്. സെൻട്രൽ ഗാസയിൽ സ്ഥിതി ചെയ്യുന്ന അൽ സുവൈദ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇസ്രായേൽ ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഈ ഇറാൻ ഹമാസിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ടും, അതായത് ഇസ്രായേലിനെതിരെ തികച്ചും ഫ്രീ പാലസ്തീൻ ടീമുകൾ ഈ യുദ്ധത്തിനെ 2 ചേരിയിലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആ പ്രൊപ്പഗണ്ട വളരെ വളരെ വൃത്തിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അത് എത്രമാത്രം വിജയകരമാവും നമുക്കറിയില്ല. പക്ഷേ നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഇതിനകത്ത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഫ്രീ പാലസ്തീന്റെ പുറകിൽ നിൽക്കണോ എന്നുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള തീരുമാനം എടുക്കേണ്ട ഒരു ടൈമാണ്. ഇത്രയും നാളും അവർ പാലസ്തീന് വേണ്ടിയിട്ട് വലുതായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ശബ്ദം ഉയർത്തിയിട്ടില്ല. ഇനിയും അങ്ങോട്ട് ഉയർത്തുമെന്ന് തോന്നുന്നില്ല. ഇറാൻ തുടരെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേളിൽ തന്നെ മിസൈൽ അയച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പാലസ്തീനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് തോന്നുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പാലസ്തീനികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന പേരിൽ ഈ ഹമാസിന് ഫണ്ട് കൊടുത്ത് ഇസ്രായേലിനെതിരെയുള്ള റിലീജിയസ് ഐഡിയോളജി പ്രൊപ്പഗണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തും തീരാത്ത യുദ്ധമായിട്ടുള്ള ഒരു യുദ്ധമായിട്ട് പാലസ്തീൻ യുദ്ധത്തിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഇറാന് ഒരു തിരിച്ചടിയാണിത്. കാരണം ഈ അറബ് രാജ്യങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ടൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഇത്തരത്തിലൊരു പ്രൊപ്പഗണ്ട ഇവിടെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലാണോ പാലസ്തീനാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഈ യുദ്ധത്തിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനോടൊപ്പം എന്നുള്ള തീരുമാനമെടുക്കാനാണ് സാഹചര്യം വളരെ കൂടുതൽ. ഇത് ഒരു റോങ് ചോയ്സ് ആണ് ഈ ടൈമിൽ ഈ ഫ്രീ പാലസ്തീൻ പ്രൊപ്പഗണ്ട ഇറക്കുന്നത്. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനാണ് പാകിസ്ഥാന്റെ മീഡിയേഷനിൽ പ്രതിഫലിച്ചത്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ സീസ് ഫയർ ഡീല് നടക്കാതെ പോകാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയത്. അടുത്ത ഒരു സ്യൂട്ടബിൾ ലൊക്കേഷനാണ് ഇവർ നോക്കുന്നത്. ഇറാൻ സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയാത്തത്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മീഡിയേഷൻ ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാവില്ല എന്നാണ് പൊതുവിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഇവർ പലപ്പോഴും ഈ OAC മീറ്റിംഗിൽ പങ്കെടുത്ത് ചർച്ചകളൊക്കെ നടത്തിയ ആൾക്കാരാണ്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ നിങ്ങൾ ഞങ്ങൾക്കെതിരെ എന്തിനാണ് ആക്രമണം നടത്തുന്നത്? രാജ്യത്തിനുള്ളിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും പല കമേഴ്ഷ്യൽ ബിൽഡിങ്സ്, റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഇറാനെ കൊണ്ട് ഉത്തരം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ വസ്തുത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിനൊരു ഉത്തരം ഇറാന് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇറാൻ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ യുദ്ധം നീണ്ടു പോകുമെന്ന് നമ്മൾ പറയാനുള്ള കാരണമായിട്ട്. അതുപോലെ തന്നെ പ്രശ്നങ്ങളുള്ള പല രാജ്യങ്ങളുണ്ട്. അവര് ഐലൻഡ് പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും സ്റ്റേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇതിനകത്ത് എടുത്ത് ചർച്ചയ്ക്ക് വെക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ ഇതൊക്കെ ഇറാൻ ഈ പോയിന്റിൽ തീർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴത്തെ ഇറാന്റെ പ്രധാനപ്പെട്ട വിഷയം അമേരിക്കയുമായിട്ട് വേണമെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ചർച്ചയാവാം എന്നുള്ളതാണ്. അത് നടത്താനാണ് അവർ സമ്മതം മൂളിയിരിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ട് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയൊക്കെ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇറാൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. അപ്പൊ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഞാനിവിടെ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.